മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡായിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്നും മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, കറണ്ട് സിറ്റുവേഷൻ, ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്, അവരുടെ ഫീലിങ്സ്, ഇമോഷൻസ് എന്തെല്ലാമാണ്. കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, റാൻഡമായിട്ട് കുറേ കാർഡ്സ് വന്നിട്ടുണ്ട്. യെസ്, മിസ്റ്റേക്സ് ആണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരിക്കുന്നുണ്ട് എന്ന് അവരിപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. മേ ബി അവർ ഫസ്റ്റ് ടൈമിൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് കാണുന്നത്. അവർക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു എന്നാണ് അവർ പറയുന്നത്. അതെല്ലാം തിരുത്തണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ തെറ്റുകൾ ഏറ്റു പറഞ്ഞ് നിങ്ങളോട് കോംപ്രമൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. നിങ്ങളോട് ഒരുപാട് കള്ളങ്ങൾ ഈ വ്യക്തി ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളും ഈ പേഴ്സണുമായിട്ടുള്ള സെപ്പറേഷന് തന്നെ ഒരു കാരണമായിരിക്കുകയാണ്. ആൻഡ് പലപ്പോഴും അവർ നിങ്ങളോട് പൂർണ്ണമായിട്ടൊന്നും തന്നെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായില്ല. അവരുടെ പ്രശ്നങ്ങളാകട്ടെ, അവരുടെ ആ മനോഭാവമാവട്ടെ, ഒന്നും തന്നെ നിങ്ങളോട് അവർ ഷെയർ ചെയ്താത്തത് കൊണ്ട് തന്നെ നിങ്ങളും അവരെ മനസ്സിലാക്കാനായിട്ട് വൈകിപ്പോയി, അല്ലെങ്കിൽ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് സാഹചര്യം കാണുന്നത്. നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ അവരെ തെറ്റിദ്ധരിക്കുകയും ചെയ്യാനിടയായി എന്നുള്ളത് അവർ തന്നെ പറയുന്നു. അതിൻ്റെ എല്ലാം കാരണം അവർ തന്നെയാണ്. പൂർണ്ണമായിട്ട് നിങ്ങളോടൊന്നും തുറന്ന് പറയാത്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിലവർക്ക് ഒരുപാട് റിഗ്രറ്റ് ഉണ്ടാവുന്നുണ്ട്. ഒരിക്കലും ഇങ്ങനെ ഒന്നും സംഭവിക്കരുതായിരുന്നു എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ഡിസ്റ്റൻസിലാണ് ഈ വ്യക്തി നിങ്ങളും തമ്മിലെന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരു ഫോൺ കോണ്ടാക്റ്റ് പോലും ഉണ്ടാവുന്നില്ല. ഒരു മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഗുഡ് മോർണിംഗ് പോലും നിങ്ങൾ തമ്മിൽ അയക്കുന്നുണ്ടാവില്ല. അത്രത്തോളം ഒരു നോ കോണ്ടാക്റ്റിലെ ഡീപ്പായിട്ടുള്ള സിറ്റുവേഷനിലാണ് നിങ്ങളുള്ളത്. അത് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും വേദനിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെ ഒരു സാഹചര്യം ആയിരുന്നെങ്കിൽ പോലും അവർക്ക് നിങ്ങളുമായിട്ടൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണെന്നാണ് അവർ പറയുന്നത്. ആൻഡ് ഒരിക്കലും അവർ നിങ്ങളെ വിട്ടിട്ട് ഇനി മറ്റൊരു സാഹചര്യത്തിലേക്ക് പോവില്ല എന്നുള്ളത് അവരിപ്പോൾ നിങ്ങൾക്കൊരു വാക്ക് തരാണ് ഈ ഒരു സമയത്ത്. അതായത് നിങ്ങളെ വിട്ട് അവരൊരു ചേസിങ് എനർജിയിലേക്ക് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങളെപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും, നിങ്ങൾ അവരുടെ സ്വന്തമാണ്, ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് അവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ കെയർ ചെയ്യാണ്ട് തന്നെ മറ്റ് പല കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ അവരുടെ മനസ്സെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തതും ഒരു കാരണമായിരിക്കാം. നിങ്ങൾ ഈ വ്യക്തിയെ നിന്നും അകന്നു പോവുകയാണ് ഉണ്ടായത് ആ ഒരു സമയത്ത്. അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തൊക്കെയോ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഇഷ്യൂസ് അവരുടെ ലൈഫിൽ ഉണ്ടായിപ്പോയി. പക്ഷെ അതൊന്നും തന്നെ കെയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ടുള്ളൊരു അവസരം അവർക്ക് ഉണ്ടായിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു സ്പേസ് ആണ്. ഈ ഒരു സ്പേസ്, അതായത് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവരിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങളെ നഷ്ടപ്പെട്ടപ്പോൾ തന്നെ അവർക്ക് ആ ഒരു ശൂന്യതയാണ് അവരുടെ ലൈഫിൽ ഫീൽ ചെയ്യുന്നത്. തികച്ചും അവർ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ പോലെ അവർക്ക് ഫീൽ ചെയ്യാണ്. അതായത് അവർക്കിപ്പോൾ ഒരുപാട് ഗിൽറ്റ് ഉണ്ടാവുന്നത് ഈ ഒരു അവർ കാരണം നിങ്ങൾ ഒരുപാട് വേദനിച്ചു പോയി, നിങ്ങളെ അവർക്ക് ഹേർട്ട് ചെയ്യേണ്ടി വന്നു, നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു റിലേഷൻഷിപ്പ് ശക്തമായിട്ട് തന്നെ കൊണ്ടുപോകേണ്ടതായിരുന്നു എന്നൊക്കെ അവർ ചിന്തിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവുന്നുണ്ട് ഈ ഒരു സമയത്ത്. ആൻഡ് യെസ്, ശരിക്കും അവർക്ക് നിങ്ങളെ കൂടാതെ തന്നെ അവരുടെ ലൈഫിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും അല്ലെങ്കിൽ ജോബിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ അവർക്കൊരു പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ വരേണ്ട ഒരു സമയമായപ്പോൾ അവർ കൂടുതലായിട്ട് അതിലേക്ക് ഫോക്കസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. ആ റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ പേരിലാണ് അവർക്ക് നിങ്ങളുമായിട്ട് ഈ ഒരു സെപ്പറേഷനിലേക്ക് പോകാൻ ഇടയായതെന്നാണ് അവർ പറയുന്നത്.
നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. ഐ വോണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. തീർച്ചയായിട്ടും ഇനിയൊരു റീകണക്ഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ ശക്തമായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഫ്യൂച്ചറിൽ അവർ കൂടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഐ എം സ്റ്റിൽ ട്രൈങ് ടു ഹീൽ. ഇപ്പോഴും അവർക്ക് ആ ഒരു ഹീലിംഗ് ആവശ്യമായിട്ടുണ്ട്. അതായത് അവരുടെ വിട്ടു പോയപ്പോൾ അവർക്ക് അവരുടെ ജീവിതം തന്നെ പിടിവിട്ട് പോണ പോലെയൊക്കെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അവർ സ്വയം ഹീൽ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ആ ഒരു കുറ്റബോധം കൊണ്ട്, അല്ലെങ്കിൽ അവർ കാരണമാണ് നിങ്ങൾ വേദനിച്ചത് എന്നുള്ള ചിന്ത കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. അവർ നിങ്ങളുമായിട്ട് സംസാരിച്ചിരിക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വോയിസ് കേൾക്കാനായിട്ട് ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് നിങ്ങൾ ആ വോയിസിന് വേണ്ടിയിട്ട് അവർ വോയിസ് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഓക്കെ, ഒരിക്കലും ഇങ്ങനെ ഒരു റിസൾട്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഉണ്ടാവുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. അതായത് ഒരുപാട് കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്ത പോലെയൊന്നും അല്ല സംഭവിച്ചത്. ഒരിക്കലും നിങ്ങൾ അവരെ മനസ്സിലാക്കില്ല, അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ നിങ്ങൾ അവരെ വിട്ടിട്ട് പോകും എന്നൊന്നും അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഇപ്പോഴും അവർക്ക് നിങ്ങളുമായിട്ട് ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നത്, ഒരുപാട് ജീവിത പാഠങ്ങൾ അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങളിൽ നിന്നും അവർ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് എത്രത്തോളമാണ് രണ്ടുപേരെയും വേദനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ എത്രത്തോളമാണ് ബാധിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള റിയലൈസേഷൻ അവർക്ക് ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു ഡാമേജ്, അതായത് ഈ ഒരു സെപ്പറേഷൻ കാരണം രണ്ടു പേർക്കും ഒരുപോലെ ഹേർട്ട് ആവുന്നുണ്ട്. ഓക്കെ, ഐ ഹാഡ് ടു ലെറ്റ് ദിസ് ഗോ സോ ഐ കുഡ് ക്ലിയർ മൈ മൈൻഡ്. ഓക്കെ, ഈ ഒരു കാര്യമൊക്കെ അവരുടെ മനസ്സിൽ നിന്ന് പുറത്ത് കളയണമെന്ന് അവർ ഒരുപാട് തവണ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ആ ഒരു ഡിറ്റാച്ച്മെൻറ്റ് പോസിബിൾ ആകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയേണ്ടതായിട്ടുള്ള. ആ ഒരു സാഹചര്യം അവർക്ക് സഹിക്കാൻ പറ്റാത്തതായിട്ട് വന്നിരിക്കുകയാണ്. ഇനി നിങ്ങൾ തന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കൊടുത്ത ആ ഒരു സ്നേഹം കെയറും ഒക്കെ നിങ്ങൾക്കും തിരിച്ച് നൽകണം എന്നവരെ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ അവർ പറയാണ്, എത്രയൊക്കെ സംഭവിച്ചാലും എത്ര ഡിസ്റ്റൻസിൽ പോയിരുന്നാലും ഒരിക്കലും അവരുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ ഉപേക്ഷിക്കാൻ അവർക്ക് കഴിയില്ല. അവരുടെ ഡെസ്റ്റിനി, അല്ലെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള പാത്ത് തന്നെ എന്താണ് ചൂസ് ചെയ്യേണ്ടതെന്ന് അറിയാൻ കഴിയാതെ അവരിങ്ങനെ ഒരു സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷനിലാണ് ഉള്ളത്. ആൻഡ് ഒരു തേർഡ് പാർട്ടി എനർജിയൊക്കെ കാണിക്കുന്നത് ഈ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് കൂടുതൽ പേർക്കും. അതുപോലെ തന്നെ അവരുടെ ഭാഗത്തുള്ള കുറച്ച് തെറ്റുകളുമാണ് കാണുന്നത്. ആൻഡ് ഫൈനലി ഐ ഫെയിൽ ടു ഗിവ് യു വാട്ട് യു നീഡ്. നിങ്ങൾ എന്താണ് ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തത് എന്നത് ഒന്നും തന്നെ അവർക്ക് നൽകാൻ കഴിയാത്തതായിട്ടുള്ള ഒരു പരാജയം അവരുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിരിക്കുകയാണെന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.